ആദ്യ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ അമ്മയും അശോകും കൂടി സംസാരിച്ചിരിക്കുന്നതാണ് അവൻ കണ്ടത്. എന്താ രണ്ടുപേരും കൂടി ഒരു ചർച്ച? അവരെ കണ്ടതും അവൻ അവരെ രണ്ടുപേരെയും നോക്കി ചോദിച്ചു, ഏയ് ഞങ്ങളെ വീട്ടിലുള്ള ചിലരുടെ സ്വഭാവത്തിൻ്റെ മാറ്റത്തെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. അശോക് ചിരിച്ചുകൊണ്ട് അവനെ കളിയാക്കി. അവൻ തന്നെ കളിയാക്കി തന്നെ പറയുകയാണെന്ന് ആദിക്കും തോന്നി. ഏട്ടൻ പറയുന്നതിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എൻ്റെ സ്വഭാവത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. പിന്നെ പെൺകുട്ടികളോടുള്ള വെറുപ്പ് കാരണം ഞാൻ അവളോട് കുറച്ച് ഹാർഷായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. ഞാൻ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത് പോലെയല്ല അവളെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ അത് ഞാൻ വേണ്ടെന്ന് വെച്ചു. അതല്ലാതെ എൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അവൻ ചിരിയോടെ തന്നെയാണ് അവർക്ക് രണ്ടുപേർക്കും മറുപടി കൊടുത്തത്. ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ അമ്മയോട് മറ്റൊരു കാര്യം കൂടി ചോദിക്കാനാണ് വന്നത്. അവൻ അവരെ നോക്കി ചോദിച്ചതും അവർ സംശയത്തോടെ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അമ്മയാണോ കുഞ്ഞിനോട് ആമയെ അമ്മയെന്ന് വിളിക്കാൻ പറഞ്ഞത്? അവൻ സംശയത്തോടെ അവരോട് ചോദിച്ചു. അതെ, ഞാൻ തന്നെയാ മോളോട് പറഞ്ഞത്. എന്തിനാ ആൻറ്റി എന്നൊക്കെ അന്യരെ വിളിക്കുന്നത് പോലെ അവളെ വിളിക്കുന്നത്? പക്ഷേ നാളെ അത് മാറ്റി വിളിക്കണമെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് പെട്ടെന്നത് പറ്റില്ലല്ലോ. അവർ പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് അവരെ നോക്കി. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? നാളെ എന്തിനാ അത് മാറ്റി വിളിക്കുന്നത്? അവൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. അതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാകും. ആദ്യം നീയും സ്വന്തം മനസ്സിനോട് തന്നെ ഈ ചോദ്യം ചോദിച്ചു നോക്ക്. ഞാനിതിനൊരു ഉത്തരം നിനക്ക് നൽകുന്നതിനേക്കാൾ നല്ലത് നിന്റെ മനസ്സ് തന്നെ നിന്നോടത് പറയുന്നതായിരിക്കും. അതും പറഞ്ഞ് അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവർ അവിടെ നിന്നും അടുക്കളയിലേക്ക് നടന്നു. അവൻ സംശയത്തോടെ അശോകിൻ്റെ മുഖത്തേക്ക് നോക്കി. അവനും അറിയില്ല എന്നുള്ള അർത്ഥത്തിൽ കൈമലർത്തി കാണിച്ചുകൊണ്ട് ചായക്കപ്പുമായി അവരുടെ അമ്മയുടെ പുറകെ നടന്നു. എന്താണ് അവർ പറഞ്ഞിട്ട് പോയതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാവാതെ ആദ്യം അവിടെ തന്നെ ഇരുന്നു. കുറച്ച് നിമിഷം കഴിഞ്ഞതും സാൻഡ്രയും ഫെലിക്സും കൂടി അങ്ങോട്ടേക്ക് വന്നു. മക്കളെയൊക്കെ നേരിട്ട് കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ, നിങ്ങളെപ്പറ്റിയൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. അവരെ കണ്ടതും ആദിയുടെ അമ്മ അവരോട് പറഞ്ഞു. അത് കേട്ട് ഫെലിക്സ് പുഞ്ചിരിച്ചു. എന്താ മക്കളുടെയൊക്കെ പേര്? അവർ വാത്സല്യത്തോട് ചോദിച്ചു. ഞാൻ സാൻഡ്ര. സാൻഡ്ര അവരെ നോക്കി ചിരിയോടെ പറഞ്ഞു. ഞാൻ ഫെലിക്സ്. അവനും അവരെ നോക്കി പറഞ്ഞു. നിങ്ങളൊക്കെ ഒന്നിച്ചാണോ ഇങ്ങോട്ടേക്ക് വന്നത്? അല്ലമ്മേ, ഇവള് കുറച്ച് മാസമായി ഇവിടേക്ക് വന്നിട്ട്. ഞാനും മാമിയുമാ നാട്ടിൽ നിന്ന് ഒന്നിച്ച് വന്നത്. അവൻ അവരെ നോക്കി മറുപടി പറഞ്ഞു. ഞാൻ വെള്ളം എടുക്കാം, ആദ്യം ഇപ്പം വരും കേട്ടോ, അവൻ കുളിക്കാൻ കയറിയതാ. അവർ പറഞ്ഞതും ഫെലിക്സും സാൻഡ്രയും ചിരിയോടെ തലയാട്ടി. എന്തു വലിയ വീടാ അല്ലേ ചേട്ടാ, ഞാൻ ആദ്യമായിട്ട് എത്രയും വലിയൊരു വീട് കാണുന്നത്. അവൾ ചുറ്റിനും ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. സാറിൻ്റെ അമ്മയൊക്കെ എന്ത് പാവം അല്ലേ, അവൾ വീണ്ടും പറഞ്ഞു. ഞാനതിപ്പം മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. അയാൻ സാർ കുളിച്ചിട്ട് വരട്ടെ, അപ്പോഴേക്കും നമുക്ക് ആമി ചേച്ചിയെ പോയി കണ്ടാലോ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. പക്ഷെ ആമി എവിടെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അവൻ തിരികെ അവളോട് പറഞ്ഞു. ഞാൻ ചോദിച്ചിട്ട് വരാം. അതും പറഞ്ഞ് സാൻഡ്ര അടുക്കളയിലേക്ക് നടന്നു. ആദിയുടെ അമ്മയോട് ചോദിച്ചതും അവർ അവൾക്ക് ആമി കിടക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുത്തു. വാ ചേട്ടാ, അവൾ വിളിച്ചുകൊണ്ട് ആമി കിടക്കുന്ന മുറിയിലേക്ക് നടന്നതും ഫെലിക്സും അവളുടെ ഒപ്പം തന്നെ നടന്നു. അവൾ ചെന്നപ്പോൾ ഒരു മുറി തുറന്നു കിടക്കുകയായിരുന്നു. അതിനോടൊപ്പം 3 റൂമുകളും മുകളിലത്തെ നിലയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതിൽ ഏത് റൂമാ ആമിയുടേത്? അത് കണ്ട് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. കയറി ചെല്ലുമ്പോൾ 2ാമത്തെ റൂമെന്ന് ആൻറ്റി പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ ആ തുറന്നു കിടക്കുന്ന മുറിയായിരിക്കും ആമി ചേച്ചിയുടേത്. അവൾ പറഞ്ഞതും അവർ രണ്ടുപേരും ആ മുറിയുടെ അടുത്തേക്ക് നടന്നു. അവർ പ്രതീക്ഷിച്ചതുപോലെ ആ മുറിയിലായിരുന്നു ആമി ഉണ്ടായിരുന്നത്. അവൾ കട്ടിലിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അവളുടെ തൊട്ടടുത്തായിട്ട് അപ്പു ഒരു ഡ്രോയിങ് ബുക്കും കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഡ്രോയിങ്ങിൻ്റെ പെൻസിലും മറ്റും എടുത്തു കൊടുക്കുകയാണ് ആമി. ചേച്ചി, സാന്ദ്ര പുറത്തു നിന്നും വിളിച്ചതും ആമി കണ്ണുകൾ ഉയർത്തി വാതിലിനടുത്തേക്ക് നോക്കി. അവിടെ നിൽക്കുന്ന ഫെലിക്സിനെ സാൻഡ്രയും കണ്ടതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഏയ് വേണ്ട ചേച്ചി, അവിടെ തന്നെ ഇരുന്നോ. അതും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി. ഫെലിക്സ് അവളുടെ അടുത്തായിട്ട് കിടന്ന ഒരു കസേരയിലേക്ക് ഇരുന്നതും സാൻഡ്ര കട്ടിലിലേക്കും ഇരുന്നു. അച്ചോടാ, ഇത് ആരാ ഇരിക്കുന്നേ? കുഞ്ഞിനെ കണ്ടതും സാൻഡ്ര അവളെ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടവൾ സാന്ദ്രയെ നോക്കി തൻ്റെ കുഞ്ഞി പല്ലുകൾ കാട്ടി ചിരിച്ചു. എന്താ വാവയുടെ പേര്? സാൻഡ്ര അവളെ എടുത്ത് തൻ്റെ മടിയിലേക്ക് വെച്ചുകൊണ്ട് ചോദിച്ചു. അപ്പു. അവൾ സാൻഡ്രയെ നോക്കി ചിരിയോടെ പറഞ്ഞു. ആഹാ, അടിപൊളി പേരാണല്ലോ. അവൾ പറഞ്ഞതും അപ്പു ചിരിച്ചു. നീ എന്താടാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? തന്നെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ഫെലിക്സിനെ നോക്കി അവൾ ചോദിച്ചു. നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? അവൻ സംശയത്തോടെ തിരികെ ചോദിച്ചു. കുഴപ്പമില്ല, പക്ഷെ ഈ കൈ അനക്കാൻ പറ്റുന്നില്ല. ജോലിക്ക് കയറിയ ഉടനെ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് ഓർത്തപ്പോൾ ഒരു വിഷമം. ഇനി കുറച്ച് നാളത്തേക്ക് ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. വീട്ടിൽ മമ്മിയോട് എന്ത് പറയുമെന്നാ? സാലറി കൊടുക്കാതിരുന്നാ മമ്മിക്ക് സംശയം തോന്നില്ലേ? ഇന്നെങ്കിലും മമ്മിയെ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കണം, ഇല്ലെങ്കിൽ മമ്മിക്ക് അത് വിഷമമാകും. അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. വീട്ടിലെ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട. 1 മാസം നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ മമ്മിയെ വിളിച്ച് സംസാരിക്കുന്ന കാര്യം അത് നീ ഇന്ന് തന്നെ ചെയ്യാൻ നോക്ക്. ഒരു തവണ പോലും വീഡിയോ കോൾ ചെയ്യാതിരുന്ന മമ്മിക്ക് സംശയമാകും. അവൻ പറഞ്ഞതും അത് ശരിയാണെന്ന് അവൾക്കും തോന്നി. നിങ്ങളിപ്പോൾ വന്നതേ ഉള്ളോ? ആമി സംശയത്തോട് ചോദിച്ചു.
ആ ഒരു 10 മിനിറ്റായി കാണും ചേച്ചി. സാറിൻ്റെ അമ്മ വെള്ളം എടുക്കാമെന്ന് പറഞ്ഞു പോയി. പിന്നെ സാറ് കുളിക്കുകയാണെന്നും പറഞ്ഞു. എങ്കിൽ പിന്നെ അപ്പോഴേക്കും ചേച്ചിയെ ഒന്ന് കാണാമെന്ന് കരുതി ഞങ്ങൾ കയറി വന്നതാ. സാന്ദ്ര അവളെ നോക്കി പറഞ്ഞു. രോഗിയെ കാണാൻ വരുന്നവർ വെറും കൈയോടെയാണോ വരുന്നത്? പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു സ്ത്രീ ശബ്ദം കേട്ടതും അവർ 3 പേരും വാതിൽക്കലേക്ക് നോക്കി. അവരുടെ ജ്യൂസുമായിട്ട് വന്ന് നിൽക്കുകയാണ് ചാന്ദിനി. ഇത് അശോക് സാറിൻ്റെ വൈഫാണ്, ചാന്ദിനി മേഡം. ആമി ചാന്ദിനി അവർക്ക് പരിചയപ്പെടുത്തി. മേഡമല്ല ചേച്ചി. ഞാനെന്താമി നിന്നെ ശമ്പളം തന്ന് നിർത്തിയിരിക്കുകയാണോ ഇവിടെ? എന്നെ മേഡോ എന്നൊക്കെ വിളിക്കാൻ? അവൾ കപട ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് ജ്യൂസുമായി അകത്തേക്ക് കയറി. അയ്യോ, ഞാൻ അങ്ങനെ കരുതിയിട്ട് പറഞ്ഞതല്ല. ആമി അത് കേട്ടതും പെട്ടെന്ന് വല്ലാതെയായി അവളെ നോക്കി പറഞ്ഞു. മനസ്സിലായി. അതും പറഞ്ഞ് ചിരിയോടെ അവൾ ആ ജ്യൂസ് അവർക്ക് 3 പേർക്കും കൊടുത്തു. നിങ്ങൾ 2 പേരും ആമിയുടെ ഫ്രണ്ട്സ് ആണല്ലേ? അവൾ ചോദിച്ചതും ഫെലിക്സ് ആണെന്നുള്ള രീതിയിൽ അവളെ നോക്കി തലയാട്ടി. എന്നിട്ട് ഫ്രണ്ടിനെ കാണാൻ വരുമ്പോൾ വെറും കൈയോടെയാണോ വരേണ്ടത്? കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരണ്ടേ? അവൾ തമാശ രീതിയിൽ അവരോട് ചോദിച്ചു. അത് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ മറന്നുപോയി. ഇവളെ കാണണമെന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഫെലിക്സ് അവളെ നോക്കി മറുപടി പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞതാ. തൽക്കാലം ഇവിടെ ആമിക്ക് ഒന്നിനൊരു കുറവുണ്ടാവില്ല. കഴിക്കാനുള്ള വയറുണ്ടായാൽ മാത്രം മതി. അവൾ ചിരിയോടെ അവരെ നോക്കി പറഞ്ഞതും അവരും അത് കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു. അമ്മ, എനിക്കും വേണം. അവർ കുടിക്കുന്ന ജ്യൂസിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അപ്പു പറഞ്ഞു. ഇങ്ങ് വാ, ആമിയമ്മ തരാം. അതും പറഞ്ഞവൾ ജ്യൂസ് അപ്പുവിന് നേരെ നീട്ടി. അവൾ പെട്ടെന്ന് അപ്പുവിനോട് ആമിയമ്മ എന്ന് പറയുന്നത് കേട്ടതും ഫെലിക്സും സാന്ദ്രയും ഒരുപോലെ അവളുടെ മുഖത്തേക്ക് നോക്കി. അപ്പു ആമി അങ്ങനെയാണ് വിളിക്കുന്നത്. അവർ 2 പേരും സംശയത്തോടെ നോക്കുന്നത് കണ്ട് ചാന്ദിനി അവരെ നോക്കി പറഞ്ഞു. വേണ്ട ആമി, അവൾക്ക് ഞാൻ വേറെ കൊടുത്തോളാം. നീ അത് കുടിക്ക്, ചാന്ദിനി അവളോട് പറഞ്ഞു. അത് സാരമില്ല ചേച്ചി, എനിക്കല്ലെങ്കിലും ഇത്രയും വേണ്ട. അതും പറഞ്ഞവൾ അപ്പുവിൻ്റെ ചുണ്ടിലേക്ക് തൻ്റെ ഗ്ലാസ് അടുപ്പിച്ചു കൊടുത്തു. ചാന്ദിനി വീണ്ടും അവരെ പരിചയപ്പെട്ടു. അവരുടെ നാടും വീടും ജോലിയും ഒക്കെ അവൾ അന്വേഷിച്ചു. ശരി, നിങ്ങളെങ്കിൽ സംസാരിച്ചിരിക്കുക, ഞാൻ താഴെ കാണും. അമ്മയ്ക്ക് കാല് വയ്യാത്തത് കൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്. അവൾ അവരെ നോക്കി പറഞ്ഞതും അവരത് കേട്ട് തലയാട്ടി. ജ്യൂസ് കുടിച്ചു കഴിഞ്ഞതും അവരുടെ കയ്യിൽ നിന്നും ഗ്ലാസും വാങ്ങി ചാന്ദിനി താഴേക്ക് നടന്നു. ഇവിടെയുള്ളവരെയൊക്കെ എന്ത് സ്നേഹമുള്ള ആൾക്കാരാ അല്ലേ ചേച്ചി? ചാന്ദിനി പോയതും സാന്ദ്ര അവളെ നോക്കി ചോദിച്ചു. അതെ, ഞാനും ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. എന്നിട്ടും എൻ്റെ സ്നേഹത്തോടെയാണെന്നറിയോ ഇവിടുത്തെ അമ്മയും ചേച്ചിയും ഒക്കെ എന്നോട് നിൽക്കുന്നത്. ഇവർക്കൊക്കെ നേരത്തെ എന്നെ പരിചയമുള്ളതുപോലെ എന്നോട് സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ എനിക്കും അവരോട് അകൽച്ചയൊന്നും തോന്നിയില്ല. അവൾ പുഞ്ചിരിയോടെ അവരെ നോക്കി പറഞ്ഞു. ഫെലിക്സ് അവളെ തന്നെ നോക്കുകയായിരുന്നു. ഒരു ദിവസം കൊണ്ട് തന്നെ അവൾക്ക് എന്തൊക്കെയോ മാറ്റം വന്നതുപോലെ അവന് തോന്നി. ചിലപ്പോൾ കൂടെ നിൽക്കുന്നവരുടെ സ്നേഹവും സംരക്ഷണവും ഒക്കെ ആകാം ആമിക്ക് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കിയതെന്ന് ഫെലിക്സ് മനസ്സിൽ കരുതി. എനിക്ക് തോന്നുന്നു ഇവിടെ അയാൻ സാറ് മാത്രമാണ് കുറച്ച് കർക്കശക്കാരനെന്ന്. ചേച്ചിക്ക് അങ്ങനെ തോന്നിയോ? ബാക്കി എല്ലാവരും എന്ത് സൗമ്യതയോടെ സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് അയാൻ സാറിൻ്റെ അമ്മ. ഞങ്ങളെ ഇന്ന് പരിചയപ്പെട്ടതല്ലേ ഉള്ളൂ. എന്നിട്ട് പോലും മക്കളെ, മോളെ, മോനെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഒന്നും തന്നില്ലെങ്കിലും വേണ്ട, ആ വിളി മതിയല്ലോ മനസ്സ് നിറയാൻ. സാന്ദ്ര അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാ. ഞാനും അതന്നെ ഇപ്പം മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും പണവും പദവിയും ഒക്കെ ഉണ്ടായിരുന്നിട്ടും അവരൊക്കെ എന്ത് സ്നേഹത്തോടെയാണ് നമ്മളോട് നിൽക്കുന്നത്. അവരിൽ ഒരാളെ പോലെയാണ് നമ്മളെയും കാണുന്നത്. അല്ലെങ്കിൽ ആമിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ആ സാറിന് തോന്നുമോ? പറഞ്ഞപ്പോൾ തന്നെ സാറ് പറഞ്ഞല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണമെന്ന്. അന്യനാട്ടിൽ വന്നാൽ വേറെ ആരാ അങ്ങനെ ചെയ്യുന്നത്? അതിൻ്റെ അനുഗ്രഹം അവർക്കുണ്ട്. പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നി. ആമിയമ്മേ, പെട്ടെന്ന് അപ്പു അവരെ വിളിച്ചതും അവൾ സംശയത്തോടെ അപ്പുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഈ കളർ മതിയോ? അവൾ ഒരു ബ്ലാക്ക് കളർ എടുത്ത് അവളെ കാണിച്ചുകൊണ്ട് ചോദിച്ചു. മതി, ആമി അവളെ നോക്കി മറുപടി പറഞ്ഞു. അപ്പു അതല്ല, ഗ്രീൻ കളറാണ്. സാൻഡ്ര അവളെ പറ്റിക്കാനെന്നുള്ള രീതിയിൽ അവളെ നോക്കി പറഞ്ഞതും അപ്പു സംശയത്തോടെ ആമിയുടെ മുഖത്തേക്ക് നോക്കി. ഇതിന് ആമി അല്ല എന്നുള്ള അർത്ഥത്തിൽ ചിരിയോടെ അവളെ നോക്കി തലയാട്ടി. അത് കണ്ടതും അപ്പു കപടദേഷ്യത്തോടെ സാന്ദ്ര ഒന്ന് നോക്കിയതിനു ശേഷം അതിന് ബ്ലാക്ക് കളർ തന്നെ കൊടുത്തു. ഓ, അപ്പുവിന് ആമിയമ്മയെ അത്രയ്ക്ക് വിശ്വാസമാണോ? സാന്ദ്ര അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അപ്പു ചിരിയോടെ തലയാട്ടി. എനിക്കങ്ങോട്ടേക്ക് വരാവോ? വാതിൽക്കൽ നിന്നും അവൻ്റെ ശബ്ദം കേട്ടതും അവർ തിരിഞ്ഞു നോക്കി. കുളിച്ച് ഫ്രഷായിട്ട് വന്ന് നിൽക്കുകയാണ് ആദി. റെഡ് കളർ ടീഷർട്ടും ഷോർട്സും ആണ് വേഷം. നനഞ്ഞ മുടി മുൻപിലേക്ക് വീണ് കിടപ്പുണ്ട്. വന്നിട്ട് കുറച്ച് നേരമായല്ലേ? അവൻ ചോദിച്ചതും അവർ തലയാട്ടി. നിങ്ങൾ വരുമ്പോഴേക്കും കുളിച്ച് റെഡിയായിട്ട് നിൽക്കാമെന്ന് കരുതി പോയതാ. പക്ഷെ അവിടെ ചെന്നപ്പോൾ അർജൻറ്റായിട്ടൊരു കോള് വന്നു. സംസാരിച്ച് വന്നപ്പോഴേക്കും സമയം താമസിച്ചു. ഞാൻ കരുതി നിങ്ങൾ താഴെ ഇരിക്കുമായിരിക്കുമെന്ന്. അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് റൂമിൽ നിന്ന് സംസാരം കേട്ടത്. അവൻ അവരോട് പറഞ്ഞത് ഫെലിക്സും സാന്ദ്രയും അതിശയത്തോടെ അവനെ നോക്കുകയായിരുന്നു. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ആദിയെ അവർ മുൻപിൽ കാണുന്നത്. തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഇത്രയും ദിവസം കണ്ട ആദിയാണെന്ന് അവർക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.
നിങ്ങളെന്താ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത്? എന്നെ ആദ്യമായിട്ട് കാണുന്നത് പോലെ? അവരുടെ നോട്ടം കണ്ട് ആദ്യം ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് കേട്ടതും അവരൊന്നുമില്ലാന്ന് ഒരുമിച്ച് തന്നെ സിമല അനക്കി. ഫ്രണ്ട്സ് വന്നപ്പോൾ ആമയ്ക്ക് ഭയങ്കര സന്തോഷമായെന്ന് തോന്നുന്നുണ്ടല്ലോ. ഇത്രയും നേരം ആമ ഇവിടെ ബോറടിച്ചിരിക്കുകയായിരുന്നു. അവൻ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു. അങ്ങനെ ബോറടി ഒന്നും ഉണ്ടായില്ല. അതിന് മറുപടി എന്ന പോലെ ആമയും പറഞ്ഞു. അപ്പോൾ ഇവർ വന്നതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടായില്ല എന്നാണോ ആമി പറയുന്നത്? ആമിയുടെ വക അടുത്ത ചോദ്യം. അത് കേട്ടതും ആമി വല്ലാതെയായി. താൻ പറഞ്ഞതിന് അങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ടോ എന്നുള്ള സംശയമായിരുന്നു അവൾക്ക്. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അവൾ പെട്ടെന്ന് എന്ത് പറയണമെന്നറിയാതെ അവരെ നോക്കി. പെട്ടെന്ന് അവളുടെ മുഖത്ത് സങ്കടം നിഴലിച്ചതും ആദ്യ ചിരിച്ചു. എടോ, ഞാൻ വെറുതെ ഒരു കോമഡി പറഞ്ഞതാ. താനെന്തിനാ അതിങ്ങനെ സീരിയസ് ആക്കുന്നത്? ആദ്യം അവളെ നോക്കി പറഞ്ഞതും അവൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. സത്യം പറഞ്ഞ ആമി ഉൾപ്പെടെ അവർ 3 പേരും ആദിയുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റത്തിൽ പകച്ചിരിക്കുകയായിരുന്നു. എങ്കിൽ നിങ്ങൾ 3 പേര് സംസാരിക്കുക, എനിക്ക് കുറച്ച് വർക്കുണ്ട്. അതും പറഞ്ഞ് അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം ആദ്യം ആ മുറിയിൽ നിന്നും പോയി. ചേട്ടാ, എന്നെ ഒന്ന് നുള്ളിക്കേ. അവൾ തൻ്റെ കൈ അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും ഫെലിക്സ് സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. നുള്ളു ചേട്ടാ. സാന്ദ്ര വീണ്ടും പറഞ്ഞതും ഫെലിക്സ് അവളുടെ കയ്യിലൊരു നുള്ളു കൊടുത്തു. അവൾക്ക് വേദനിക്കാത്ത രീതിയിലായിരുന്നു അവൻ നുള്ളിയത്. ഇങ്ങനെയല്ല, നല്ലതുപോലെ നുള്ളു. ഇപ്പൊ എൻ്റെ കൺമുൻപിൽ നടന്നതൊക്കെ സ്വപ്നമല്ലെന്ന് വിശ്വസിക്കാൻ വേണ്ടിയാ. അവൾ കപടദേഷ്യത്തോടെ അവനോട് പറഞ്ഞതും ഫെലിക്സ് അവളുടെ കയ്യിൽ നല്ലതുപോലെ അങ്ങ് പിച്ചിയെടുത്തു. അവൾ വേദന കൊണ്ട് കൈ വലിച്ചെടുത്തു. ശേഷം അവൻ പിച്ചിയ സ്ഥലത്ത് കൈകൊണ്ടൊഴിഞ്ഞു. ഇപ്പോഴോ? ഫെലിക്സ് അവളെ കളിയാക്കുന്ന രീതിയിൽ ചോദിച്ചതും അവൾ കപടദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്താൽ പോരായിരുന്നോ? അവൾ അവനെ നോക്കി പരാതി പോലെ പറഞ്ഞു. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ആമി? നീ തന്നെ പറയ്. ഫെലിക്സ് അവളെ നോക്കി ചോദിച്ചതും അവളില്ല എന്ന് ചിരിയോടെ തലയാട്ടി. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടും ഫ്രണ്ട്സ് എപ്പോഴും ഒറ്റക്കെട്ടാണല്ലോ. അവൾ പറഞ്ഞതും ആമിയും ഫെലിക്സും ചിരിച്ചു. നിനക്ക് ഇപ്പോൾ വിശ്വാസമായോ നിന്റെ മുമ്പിൽ നടന്നതൊക്കെ സത്യമാണെന്ന്? ആമി ചിരിയോടെ അവളെ നോക്കി. എൻ്റെ ആമിയേച്ചി, സത്യത്തിൽ എന്താ ഇപ്പോൾ ഇവിടെ നടന്നേ? ഇതെന്തൊരു മാറ്റാ? ഹയാൻ സാർ തന്നെയല്ലേ ഇത്? ഇനി ആ സാറിന് ട്വിൻ ബ്രദർ ഒന്നും ഇല്ലല്ലോ അല്ലേ? അവൾ വിശ്വാസം വരാത്തതുപോലെ ആമിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ആദ്യം എനിക്കും ഇതുപോലെയായിരുന്നു. ഇപ്പോൾ ഓരോന്നും കാണുമ്പോഴും മുമ്പിൽ നടന്നതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുക, ആമി പറഞ്ഞു. അവർ വീണ്ടും ആദിയെപ്പറ്റിയും അവൻ്റെ കുടുംബക്കാരെ പറ്റിയും ഒക്കെ സംസാരിച്ചു. അപ്പോഴെല്ലാം അപ്പു ആമിയുടെ അടുത്ത് ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പു ആമി ചേച്ചിയായിട്ട് പെട്ടെന്ന് തന്നെ കൂട്ടായി അല്ലേ? സാൻഡ്ര സംശയത്തോടെ അവളോട് ചോദിച്ചു. സത്യത്തിൽ ഇത്രയും നേരം ഞാൻ ബോറടിയില്ലാതെ ഇരുന്നത് തന്നെ ഇവളുണ്ടായതുകൊണ്ടാ. ഫോൺ കുറേ നേരം ഉപയോഗിക്കുമ്പോൾ കൈ കഴിക്കും. പിന്നെ ഇവളോട് വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് സമയം പോവുകയും ചെയ്യും, ആമി അവരെ നോക്കി പറഞ്ഞു. അവർ 3 പേരും വീണ്ടും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചാന്ദിനി ഫുഡ് കഴിക്കാൻ വേണ്ടി അവരെ വിളിക്കാൻ വന്നത്. 3 പേരും താഴോട്ടിറങ്ങി വാ, ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചാന്ദിനി അകത്തേക്ക് കയറി വന്ന് അവരെ നോക്കി പറഞ്ഞു. അയ്യോ ചേച്ചി, ഞങ്ങൾ ഹോസ്റ്റലിൽ പോയി കഴിച്ചോളാം. ഫെലിക്സ് അതും പറഞ്ഞ് പോകാൻ വേണ്ടി എഴുന്നേറ്റു. ആഹാ, അത് കൊള്ളാലോ. ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇനി ഹോസ്റ്റലിൽ പോയി കഴിക്കാനോ? എല്ലാം താഴെ ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അച്ഛനും വന്നു, അശോകേട്ടനും വന്നു. ഇനിയിപ്പോൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി. അപ്പു വാ, അമ്മ ഫുഡ് വാരിത്തരാം. അതും പറഞ്ഞ് ചാന്ദിനി അപ്പുവിനെ കട്ടിലിൽ നിന്നും എടുത്തു. ആമി, കൂട്ടുകാരെയും കൂട്ടി താഴേക്ക് ചെല്ല്. അമ്മയും അച്ഛനെ നിങ്ങളെയൊക്കെ കാത്തിരിക്കുക. ചാന്ദിനി അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. ചേച്ചി വരുന്നില്ലേ? അവൾ സംശയത്തോട് ചോദിച്ചു. ഞാൻ അപ്പുവിനുള്ള ഫുഡ് കൊടുക്കട്ടെ? അത് സാരമില്ല, അവിടെ എല്ലാവരും ഉണ്ട്. നിങ്ങൾ താഴെ പോയി കഴിക്ക്. അവൾ പറഞ്ഞതും ആമി തലയാട്ടി. കുഞ്ഞിന് ഫുഡ് കൊടുക്കാൻ ചാന്ദിനി അപ്പുവിനെ എടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു. കഴിച്ചിട്ട് പോകാം, ആമി അവരെ 2 പേരെയും നോക്കി പറഞ്ഞു. വേണ്ടായിരുന്നു ആമി, ഞങ്ങൾ ഹോസ്റ്റലിൽ പോയി കഴിച്ചോളായിരുന്നു. ഫെലിക്സ് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് സാരമില്ല, അവർ സ്നേഹത്തോടെ വിളിച്ചതല്ലേ, നിരസിക്കാൻ നിൽക്കണ്ട, വാ. അതും പറഞ്ഞ് അവൾ പതിയെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. പിന്നെ അവരോടൊപ്പം താഴേക്ക് ചെന്നു.